മെമ്മറാണ്ടം ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു വരുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള MOUനെ കുറിച്ചാണ്. MOU എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്നാൽ ഇവന്മാര് എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു സാധനം മെമ്മറാണ്ടം ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് വേണം പറയാൻ. ഇതില് ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിളുകളെല്ലാം തന്നെ ഇരു കൂട്ടർക്കും ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാനും ന്യായീകരിക്കാനും പറ്റുന്ന വളരെ വേഗമായിട്ടുള്ള ഭാഷയിലാണ് ഇവന്മാർ ഈ സാധനം എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന്റെ കുഴപ്പങ്ങളാണ് ഇപ്പൊ നമ്മൾ ഹോർമൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട ബേസ് പോയിന്റ്. അത് മാത്രമല്ല, ലോകത്തില് അമേരിക്കക്ക് ഏറ്റിരിക്കുന്ന നാണക്കേടിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുന്നതും കയ്യിൽ കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂക്ലിയർ വെപ്പണേക്കാളും ഭീകരമായിട്ടുള്ള സാധനത്തിനെ കൈവിട്ട് കൊടുക്കാൻ ഇറാന് മനസ്സില്ലാത്തതുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. അത് തന്നെ അൽ ജസീറയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ MOUലെ ആർട്ടിക്കിൾ 5 ആണ് ഇപ്പൊ ഈ ഹോർമൂസിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളതാണ്. അപ്പൊ എന്താ ഈ ആർട്ടിക്കിൾ 5? ഇതെങ്ങനെ ഇവർക്ക് തോന്നും വിധം ഇവർക്ക് ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും പറ്റുന്നത്? ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കണം. ആര് ഉറപ്പാക്കണം? എങ്ങനെ ഉറപ്പാക്കും? ഈ സാധനങ്ങളൊന്നുമില്ല, ഇത് ഉറപ്പാക്കണം, അത്രേ ഉള്ളൂ. കടലിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകളും മറ്റ് സൈനിക തടസ്സങ്ങളും നീക്കം ചെയ്യണം. ഹോർമൂസ് കടലിടുക്കിന്റെ ഭാവി ഭരണ നിയന്ത്രണത്തെ കുറിച്ച് ഒമാനും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ച നടത്തണം. ഇതാണ് സംഗതി. ഇതിനെയാണ് ആക്ച്വലി ഇറാൻ ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്, അമേരിക്കക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. ഇനി എവിടെയാണ് ഈ വ്യാഖ്യാനങ്ങളുടെ പ്രശ്നം? അത് ഹോർമൂസ് കടലിടുക്കിന്റെ ഇനിയിപ്പോ ഇറാന്റെ വ്യാഖ്യാനാണ് പറയാൻ പോകുന്നത്. അതായത് നേരത്തെ പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, ഏത് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളത്. ആ ഒരു പോയിന്റിനെ ഇറാൻ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. എന്ന് ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയും നിയന്ത്രണവും ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഇറാനാണ് വഹിക്കുന്നത്. ഇതാണ് ഇറാന്റെ പോയിന്റ്. എന്നിട്ട് അതിനാൽ ഈ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ പ്രധാന അധികാരവും ഇറാനാണ് എന്നതാണ് അവരുടെ നിലപാട്. മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക ഏകപക്ഷീയമായി ഇടപെടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെയാണ് പ്രശ്നം. അതായത് വളരെ വേഗമായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ റെസിസ്റ്റന്റ് പവർ ആയിട്ട് ഇപ്പൊ പറയുന്ന ഇറാനും ഈ സാധനം എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് ടീമുകൾക്കും അറിയാം ഇതൊന്നും പാലിക്കാൻ പോകുന്ന കാര്യമല്ല, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളത് ഈ രണ്ട് ടീമുകൾക്ക് അറിയാവുന്ന ധാരണയിൽ തന്നെയാണ് ഇത് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇനി അമേരിക്കയുടെ ആവശ്യം എന്താന്നുള്ളതാണ്. അമേരിക്കയുടെ ഈ പറയുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് കുറച്ച് പഴയ ആവശ്യമാണ്. അത് ആർട്ടിക്കിൾ 5ന്റെ ഉദ്ദേശം ഫ്രീഡം ഓഫ് നാവിഗേഷൻ ആണ്. എല്ലാ രാജ്യങ്ങൾക്കും സ്വതന്ത്രമായി കടൽപാത ഉപയോഗിക്കാനുള്ള അവകാശം സംരക്ഷിക്കലാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. അതായത് ഫ്രീഡം ഓഫ് നാവിഗേഷൻ ആണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 5 കൊണ്ട് ഉദ്ദേശം എന്നാണ് അമേരിക്ക പറയുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ മാത്രം നിയന്ത്രണത്തിലാകാൻ പാടില്ല എന്നാണ് വാഷിംഗ്ടണിന്റെ നിലപാട്. അതിനാലാണ് ഒമാന്റെ തീരത്തോട് ചേർന്നുള്ള ബദൽ കപ്പൽ പാതകളെ അമേരിക്ക പിന്തുണയ്ക്കുന്നത്. എന്നാൽ ഇതിനെ ഇറാൻ ശക്തമായി എതിർക്കുന്നു. ഇവിടെയാണ് പ്രശ്നം. ഇറാൻ പറയുന്നു ഹോർമൂസ് നിയന്ത്രിക്കാനുള്ള അവകാശം MOUലെ ആർട്ടിക്കിൾ 5 പ്രകാരം ഇറാനാണെന്ന്. അമേരിക്ക പറയുന്നു ഈ ഹോർമൂസ് നിയന്ത്രിക്കാൻ ആർക്കും അവകാശമില്ല, അത് സ്വതന്ത്രമായിട്ട് പോകേണ്ട ഒരു പാതയാണെന്നുള്ളതാണ്. അപ്പോ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പെടലൊന്നുമല്ല, പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയാണെന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഓൾറെഡി നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് ഹോർമൂസ് എന്ന് പറയുന്നത്. അറിയാലോ, ലോകത്തിന്റെ 20% എണ്ണ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഹോർമൂസ്. ട്രില്യൺ കണക്കിന് ഡോളറിന്റെ വ്യാപാരമാണ് ഒരു വർഷം ഈ പറയുന്ന പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതില് എണ്ണ 20% പോകുന്നു എന്ന് പറയുമ്പോൾ
വേറെ പല തരത്തിലുള്ള ഗുഡ്സ് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഹോർമോസ്. ഇതുവരെ അവിടെ ഇറാന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല, ഇറാൻ നിയന്ത്രിച്ചിട്ടുമില്ല. ഇറാന്റെ കപ്പലുകളും പോയിട്ടുണ്ട്, ബഹ്റൈന്റെയും കുവൈത്തിന്റെയും സൗദി അറേബ്യയുടെയും UAE-യുടെയും എല്ലാ കപ്പലുകളും പോയിട്ടുണ്ട്. ഒരു ഇച്ചിരിയോളം സ്ഥലം ഇറാഖിനും ഉണ്ട്. ഇറാഖിന്റെ കപ്പലുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്ഥലത്തിലൂടെ പോയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ഈ നിയന്ത്രണം, ഈ ഹോർമൂസിന്റെ കൺട്രോള് ഇറാന്റെ കൈകളിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നല്ല, ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് അത് അമേരിക്കയാണ്. താലത്തിലെടുത്തിട്ട് ഇറാന്റെ കൈകളിലോട്ട് വെച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഹോർമൂസ് അമേരിക്ക ചെയ്തത്. അമേരിക്ക പോയി അറ്റാക്ക് ചെയ്തത് കൊണ്ട് മാത്രം, അമേരിക്കൻ അറ്റാക്കും ഇസ്രായേലിന്റെ അറ്റാക്കും ഇറാന്റെ മേലെ നടന്നത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഹോർമൂസിനെ ഇറാൻ ക്ലോസ് ചെയ്തതും ഹോർമൂസിനെ ഇറാന്റെ കൺട്രോളിലേക്ക് എടുക്കുകയും ചെയ്തത്. ഇതിന് മുന്നേ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോ ഇങ്ങനെ ലോകത്തിലെ ട്രില്യൺ കണക്കിന് ഡോളർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ പാത അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവിന്റെ കൈകളിലേക്ക് എത്തപ്പെട്ടു എന്നുള്ള ആ ഒരു പ്രശ്നം, ഇത് അമേരിക്കക്ക് അംഗീകരിക്കാനും പറ്റില്ല. അമേരിക്കക്കുള്ളിലും അമേരിക്കക്ക് പുറത്തും അമേരിക്കക്ക് ഇത്രയേറെ നാണക്കേട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് തിരിച്ചു പിടിക്കണം. ഇതിന്റെ പൂർണ്ണ കൺട്രോൾ IRGCയുടെ കയ്യിലേക്ക് പോകാൻ പാടില്ല. ഈ MOUമായിട്ട് സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും? അധികം വൈകാതെ പൂർണ്ണമായും ഇതിന്റെ കൺട്രോള് ഇറാന്റെ കൈകളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് പോകും. അപ്പൊ അത് നടക്കാൻ പാടില്ല. കോൺഫ്ലിക്റ്റിലൂടെയെങ്കിൽ കോൺഫ്ലിക്റ്റിലൂടെ, വെടിവെപ്പിലൂടെയെങ്കിൽ വെടിവെപ്പിലൂടെ ഈ കൺട്രോള് തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് സ്വതന്ത്രമായി നിലനിർത്തുക എന്നുള്ളതാണ് അമേരിക്കയുടെ പരിപാടി, പ്ലാൻ. ഇതില് ഒരു കാര്യം മനസ്സിലാക്കണം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇപ്പൊ ആക്സിയോസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട്. ആ റിപ്പോർട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെ സൈനികപരമായിട്ട് ആക്രമിക്കണം, ഇറാന്റെ മേലെ ബോംബുകൾ വർഷിക്കണം എന്നുള്ള ഐഡിയ കൊണ്ട് ജോ ബൈഡന്റെ അടുത്ത് പോയിട്ടുണ്ട്, ബറാക് ഒബാമയുടെ അടുത്ത് പോയിട്ടുണ്ട്, ജോർജ് W. ബുഷിന്റെ അടുത്തും പോയിട്ടുണ്ട്. ഈ 3 പേരെ നെതന്യാഹു പോയി കണ്ടിട്ടുണ്ട്. ഈ 3 പേരും നടക്കൂല മോനെ പരിപാടി എന്നും പറഞ്ഞ് നെതന്യാഹുവിനെ തിരിച്ചയച്ചിട്ടുണ്ട്. ആ തിരിച്ചയക്കുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, അന്ന് ഈ പറയുന്ന 3 പ്രസിഡന്റുമാർക്കും കിട്ടിയിട്ടുള്ള ഉപദേശമാണ്. ആ ഉപദേശം എന്ന് പറയുന്നത്, നമ്മൾ അറ്റാക്കിന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഹോർമൂസ് ഇറാൻ ക്ലോസ് ചെയ്യും, ഹോർമൂസ് ഇറാന്റെ കയ്യിലോട്ട് പോവും, അത് സംഭവിക്കാനേ പാടില്ല. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഹോർമൂസ് സ്വതന്ത്രമായിരിക്കത്തില്ല എന്നുള്ള ഉപദേശം ഈ 3 ടീമുകൾക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വലിയ ബുദ്ധിമാനാണ്, എനിക്ക് ബുദ്ധി ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ഞാൻ 3 പ്രാവശ്യം നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പോയ ട്രംപ്, ഞാൻ വലിയ ബിസിനസ്മാൻ ആണ്, അതാണ് ഇതാണ്, ഡീൽ മേക്കർ ആണ്, ഇപ്പൊ തീർത്തരാന്ന് പറഞ്ഞിട്ട് ഈ ഉപദേശം ഒന്നും കേൾക്കാണ്ട പോയി പെട്ടു. ഇതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് അന്ന് ഈ ആദ്യം ഉണ്ടായിരുന്ന ബറാക് ഒബാമ, ജോ ബൈഡൻ, അതേപോലെ തന്നെ ഈ ജോർജ് W. ബുഷ്, ഇവർക്ക് കിട്ടിയിട്ടുള്ള ഉപദേശങ്ങൾ എന്താണോ അത് തന്നെ അച്ചട്ടായി യാഥാർത്ഥ്യമാവുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല ഇത്രയധികം ബിസിനസ് നടത്തി പരിചയമുള്ള ഒരു ട്രംപിന് ഈ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പകരം എപ്സ്റ്റീൻ ഫയലിലുള്ള ഏതെങ്കിലും ഇമേജോ ഫോട്ടോസോ ഡീക്ലാസിഫൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുമെന്ന ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി അണ്ണന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടിയുണ്ട്. അല്ലാതെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഈ കാര്യങ്ങൾ ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന സ്ഥിതിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും? ഇറാന്റെ ശേഷിനെ ഇവർക്ക് മനസ്സിലാക്കാനായിട്ടല്ലേ. ഇവരുടെയൊക്കെ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത് ലോകോത്തര ഇന്റലിജൻസ് ആണല്ലോ. മൊസാദ് ഉണ്ട് പിന്നെ കൂട്ടത്തില്. മൊസാദ് അമേരിക്കയുടെ ട്രംപിന്റെ ബാത്റൂമിൽ വരെ ഇപ്പൊ ചാരപ്പണി നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. മൊസാദിനെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പട്ടികയിൽ അമേരിക്ക വരെ ഉൾപ്പെടുത്തിയ ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഹോർമൂസ് താലത്തിലെടുത്ത് പൂക്കൾ വിതറി അങ്ങനെ അങ്ങ് ഇറാന്റെ കയ്യിലോട്ട് വെച്ചു കൊടുത്തു ആര്? അമേരിക്ക. ഇറാൻ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. ഇനി ഇത് തിരിച്ചു കൊടുക്കത്തുമില്ല. കാരണം ഇറാൻ അറിയാം, ഹോർമൂസ് തിരിച്ചു കൊടുക്കുകയും
ഹോർമോസിലൂടെയുള്ള സ്വതന്ത്രമായിട്ടുള്ള ഫ്ലോയില് സൈൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവന്മാര് പിന്നെയും മെക്കിട്ട് കയറും. ഇവന്മാര് പിന്നെയും മെക്കിട്ട് കയറി കഴിഞ്ഞാല് തങ്ങൾക്ക് തടയിടാനുള്ള ഒരു കച്ചിത്തുരുമ്പ് ഇവിടെ ഇല്ല എന്നുള്ളതും കൂടെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പോ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ എന്താ പറയാ IRGC പുറത്തു വിട്ടിട്ടുള്ള ചില ഫൂട്ടേജസ് ഒക്കെ ഉണ്ട്. അതായത് ഇവര് മിസൈല് വിടുന്നതാണ്. അത്രയും വലിയ അറ്റാക്ക് ആക്ച്വലി നടന്നിട്ടുണ്ട്. അതിന്റെ കുറെ ഇമേജുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ബഹ്റൈനിലെ 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനത്തേക്കൊക്കെ നടന്നിട്ടുള്ള ചില അറ്റാക്കിന്റെ ഒക്കെ ഇമേജുകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ലോകത്തിനെ ഭരിക്കുന്ന ടീമുകൾ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള MOU, മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മെമ്മറാണ്ടം ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളുടെ കാതലായിട്ടുള്ള കാര്യം. രണ്ട് കൂട്ടർക്കും ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം, ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ന്യായീകരിക്കുകയും ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ ഒരു കപ്പൽ പാതനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ മിക്കവാറും സംഭവിക്കുക ഈ കപ്പൽ കമ്പനികള് ചൂസ് ചെയ്യാൻ സാധ്യതയുള്ള കപ്പൽ ചാല് എന്ന് പറയുന്നത് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള കപ്പൽ ചാലായിരിക്കും. കാരണം ഇറാന്റെ നിയന്ത്രണത്തിലൂടെയുള്ള കപ്പൽ ചാലിലൂടെ പോയി കഴിഞ്ഞാൽ ഇറാൻ എന്തായാലും അറ്റാക്ക് ചെയ്യില്ല. സ്വതന്ത്രമായിട്ടുള്ള ഫ്ലോ ഈ ഹോർമൂസ് തുറക്കണം എന്നുള്ളതും ഹോർമൂസിലൂടെ എണ്ണ ഒഴുകണം എന്നുള്ളതും മിഡിൽ ഈസ്റ്റിലുള്ള ബാക്കി ടീമുകളുടെയും അതേപോലെ തന്നെ അമേരിക്കയുടെയും കൂടെ ആവശ്യമായതുകൊണ്ട് തന്നെ അത് വഴി പോകുന്ന കപ്പലുകൾ ഇവന്മാർ തടയാനും പോകുന്നില്ല. അപ്പോ ഇനിയിപ്പോ ഇറാന്റെ IRGCയുടെ അനുമതിയോട് കൂടെ കപ്പലുകൾ ഒഴുകി തുടങ്ങും എന്നുള്ളത് ആണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്.